ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കയ്യിൽ വരുന്ന പണമെല്ലാം പാഴായി ചിലവായി പോകുന്നു. കയ്യിലൊന്നും നിൽക്കുന്നില്ല. പണം വന്നു ചേരുമ്പോൾ അത് പാഴായി പോകാനുള്ള കാര്യങ്ങളും വന്നു ചേരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കാര്യങ്ങളൊന്നും നടത്താൻ സാധിക്കുന്നില്ല. ഇതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള സമാധാനവും നിങ്ങളുടെ കയ്യിൽ പണം വന്നു ചേർന്ന് പാഴായി പോകാതിരിക്കാനുള്ള മാർഗങ്ങളുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത്. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒന്നാമതായി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയാണ്. എന്നാൽ വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് മൂല തുറന്നു കിടക്കുകയാണോ? അതോ അവിടെയാണോ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി? അങ്ങനെയാണെങ്കിൽ കയ്യിലിരിക്കുന്ന ധനം ഒഴുകിപ്പോകുന്നത് അതുവഴിയാണ്. നിങ്ങൾക്ക് വേറെ ഒരു വഴിക്ക് സാധ്യതയുണ്ടെങ്കിൽ അവിടം അടച്ച് വേറെ വഴിയിടുക. അല്ലെങ്കിൽ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും വഴിയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തായി ഒരു ചെറിയ പടി പോലെ ഉണ്ടാക്കുക. അതിനും സാധിക്കുന്നില്ല, നിങ്ങളുടെ വാഹനങ്ങൾ കയറുന്ന സ്ഥാനമാണെങ്കിൽ വാഹനങ്ങൾ കയറുന്നതിനായി ഒരു സ്ലോപ്പായി അവിടെ കുറച്ച് ഉയരത്തിൽ അവിടെ സ്ലോപ്പായി നിർമ്മിക്കുക. ഗേറ്റ് കഴിയുന്നതും അടച്ചിടുക. ഇങ്ങനെ ചെയ്താൽ തന്നെ പകുതി ആശ്വാസമാകും. ഇനി നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയെല്ലാം അടഞ്ഞാണിരിക്കുന്നത്. എന്നിട്ടും പാഴ്ചിലവുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പോസിറ്റീവ് എനർജി കൂട്ടി നമുക്ക് പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് പറയാം. സന്ധ്യാനേരത്തെ വിളക്ക് കൊളുത്തുമ്പോൾ ഒരു ചെറിയ വിളക്ക് മുൻവശത്തെ വാതിലിൻ്റെ വടക്ക് വശത്തായി കത്തിച്ചു വയ്ക്കുക. നെഗറ്റീവ് എനർജി അകത്ത് പ്രവേശിക്കാതിരിക്കും. കൂടാതെ ദേവീ ദേവതമാരുടെയും പിതൃക്കളുടെയും അനുഗ്രഹവും ഉണ്ടാകും. ആഴ്ചയിലൊരിക്കൽ ഒരു കർപ്പൂരം സന്ധ്യാനേരത്ത് കത്തിക്കുക. സാധിക്കുമെങ്കിൽ എന്നും കത്തിക്കാം. സന്ധ്യ കഴിഞ്ഞും വീട് അടിച്ചു വാരരുത്. ഇത് ദാരിദ്ര്യമുണ്ടാകുന്നു. ചൂല് കട്ടിലിനടിയിലോ അതിഥികൾ കാണുന്നിടത്തോ വയ്ക്കരുത്. വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അവിടെ സന്ധ്യാസമയത്ത് അല്പം ഉപ്പുവെള്ളം തളിക്കുന്നത് നന്നായിരിക്കും. ധനം സൂക്ഷിക്കുന്ന അലമാരയിൽ ഒരു കഷ്ണം മഞ്ഞൾ ഒരു കടലാസിലോ ഒരു തുണിയിലോ പൊതിഞ്ഞ് അതും ഒരു ചന്ദനത്തിരിയുടെ പാക്കറ്റിനോടൊപ്പം വയ്ക്കുക. അവിടെ ഇരിക്കുന്ന ധനം പാഴായി ചിലവാകില്ല. വീട്ടിൽ നിലം തുടയ്ക്കുമ്പോൾ വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് തുടയ്ക്കുക. ഇത് വീട്ടിനുള്ളിലുള്ള നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ ടോയ്ലറ്റ് വടക്കു ഭാഗത്തുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിൻ്റെ ഭിത്തിയിൽ ഒരു ഗർജിക്കുന്ന സിംഹത്തിൻ്റെ പടം ഒട്ടിച്ചു വയ്ക്കുക. ദോഷം മാറിപ്പോകും. ഉപ്പ് പാത്രത്തിൽ ഒരു ഗ്രാമ്പൂ ഇട്ട് വയ്ക്കുക. മാസത്തിലൊരിക്കൽ ഇത് മാറ്റി കൊടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ പുറത്താക്കി പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് ഒരു മാസം നിങ്ങൾ ക്രമമായി ഇത് ചെയ്തു നോക്കൂ. ഫലം ഉറപ്പ്. വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.